ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അജസ് വേൾഡ്. അപ്പം അതെ, ഓൺലൈനിൽ നിന്ന് 2 ബോട്ടിൽ വെളിച്ചെണ്ണയ്ക്കും ഓയിലിനെയും കൂടെ വാങ്ങിയതാണ് കേട്ടോ. രണ്ടും ഇങ്ങനെ അറിയില്ല, ബോട്ടിൽ രണ്ടിലും ഒരേപോലെ ഒഴിച്ച് വെച്ചിട്ട് ഏതാ ഓയിൽ ഏതാ വെളിച്ചെണ്ണ എന്ന് അറിയണില്ല. എന്നിട്ട് ഇതേ എൻ്റെ വരിക്കുട്ടിയുടെ കലാപരിപാടിയാണ്. അവൻ്റെ നെയിം സ്ലിപ്പിനെ ഓയിലിന് എഴുതിയിട്ട് ഓയിലിൻ്റെ ബോട്ടിലാക്കി വെച്ചിരിക്കുക. ഇവരോട് ഞാൻ പറയുമല്ലോ, അത് ഓയിലാണത്, തലയിൽ തേക്കരുത്, വെളിച്ചെണ്ണ തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കണം. എന്നിട്ട് ഞാനൊരു സംശയം കൊണ്ട് മണമൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചുണ്ടാക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ എണ്ണയിലൊക്കെ ഫ്രൈ അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന, എപ്പോഴും ഒരിക്കൽ 2 തവണ എന്തോ ഉണ്ടാക്കി തന്നൊരു ഓർമ്മയാണ് കേട്ടോ. വേറൊന്നുമില്ല, മൈദാ ദോശയിൽ ഇങ്ങനെ തേങ്ങ ചിരവിയിട്ടതും ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരിതുണ്ടാവില്ലേ, നല്ല ടേസ്റ്റിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട്, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ സ്നാക്സിൻ്റെ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിയെടുത്ത് അതിൽ കുറച്ച് പഞ്ചസാര ഇടുകയാണ്. പിന്നെ മൈദാമാവ് ദോശയ്ക്കുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി ഈ തേങ്ങ ചിരവിയത് കൈയിട്ട് കഴിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയില്ല അതെങ്ങനെയാണ് അവരുണ്ടാക്കിയെന്നുള്ളത്. ഈ കഴിക്കൽ അത് നമ്മൾ കയ്യിൽ പഞ്ചസാര ആയതാണ്. അപ്പോൾ ഞാൻ ദോശക്കല്ലൊക്കെ ചൂടാവാൻ വെച്ചിട്ട് ദോശ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക, അങ്ങനെയാണ് അമ്മേര് തന്നിരിക്കുന്നത്. പക്ഷേ നോക്കാം നമുക്ക്. പിന്നെ ഞാൻ രാവിലെ സ്നാക്സും ഇടയിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം കളറ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന്? ഗോതമ്പ് മാവും കൊണ്ടുള്ള ഇടിയപ്പമാണ്. എന്ത് സോഫ്റ്റാണ് അറിയോ. നമ്മുടെ സാധാ അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റുള്ള ഗോതമ്പ് മാവും കൊണ്ട് നല്ല അടിപൊളി ഇടിയപ്പം തന്നെയാണ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് മാവ് കുഴക്കണം എന്നുള്ളതിൻ്റെ, ഗോതമ്പ് മാവ് കുഴക്കണം എന്നുള്ളതിൻ്റെ. അപ്പോൾ അതേ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെ അത്ര വലിയ കുക്കൊന്നും അല്ല. അപ്പോൾ എനിക്കറിയുമ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടാറ്. എന്നാൽ ഇതെന്തോ ഇങ്ങനെ മറിച്ചിട്ട്, ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ 2 സൈഡ് മറിച്ചിട്ടിട്ടാണ് തേങ്ങ ചിരവിയത്. അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ചെറിയൊരു ഫ്ലോപ്പിലാണ് അവസാനിച്ചത്. പക്ഷേ ഇല്ല, അടുത്ത തവണയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇവരൊന്നും കണ്ടില്ലേ, എൻ്റെ ചമ്മി നാറിയ അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് നന്നായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ വിഭവങ്ങളാണോ എന്ന് ചോദിച്ചാൽ നാടൻ തന്നെയാണ്. പക്ഷെ മൈദാമാവ് നമ്മളെപ്പോഴും ഒന്നും അല്ലല്ലോ, അൺഹെൽത്തി ആണ്. പക്ഷെ എപ്പോഴും അല്ലല്ലോ, പൊറോട്ടയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുണ്ട്. അതുപോലെ മൈദാ ദോശ ഇത്തവണ 2 സൈഡും ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എന്നിട്ട് വേറൊരു പ്ലേറ്റിലാക്കിയിട്ടാണ് പഞ്ചസാരയും തേങ്ങയും. അത് വലിയൊരു, അതിങ്ങനെ നല്ല നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ. പിന്നെ ഇതാ ഇങ്ങനെ മറിച്ചിട്ടിട്ട് എന്നിട്ട് ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും വേറൊരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. വേറേക്കാളും കൂടുതൽ ഞാൻ തന്നെയാണ് കഴിച്ചിരിക്കുന്നത്. ഏട്ടനൊന്നും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ഒരുപാട് മധുരമൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ മധുരത്തിൻ്റെ ആളാണ്. കുട്ടികളും കുഴപ്പമൊന്നുമില്ല, ഒരുപാടല്ല. ഇതാണ്ടോ പിന്നെയും അത് ഫസ്റ്റ് ഉണ്ടാക്കിയതില്ലേ, അതിങ്ങനെ റോളിങ് കറക്റ്റായില്ല എന്നേ ഉള്ളൂ. ടേസ്റ്റിന് കുറവൊന്നുമല്ല. ഈ തേങ്ങയും പഞ്ചസാരയൊക്കെ ആയിട്ട് കുറച്ചധികമായി വീഡിയോ എടുത്തിട്ടൊക്കെ ഇപ്പം കാണുമ്പോഴാണ് ഇങ്ങനെ അയ്യോ വായിൽ വെള്ളം വരുന്ന കഴിക്കണത് കാണുമ്പോൾ. നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അന്നത്തെ കാലത്ത്, അതായത് പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് അമ്മമാർ എന്തുണ്ടാക്കി തന്നാലും നമുക്കത് നല്ല ഇഷ്ടമാണല്ലോ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, നമുക്കന്നൊന്നും ടേസ്റ്റ് പറയണതൊന്നും അറിയില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ, നമുക്കത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്തിട്ടും അവന്മാർക്ക് ഇഷ്ടപ്പെടണില്ല. ടേസ്റ്റ് ഇല്ല. അവർക്ക് ഇപ്പോൾ ഫ്രൈ, വറുത്തത്, പൊരിച്ചത് അത് മാത്രമേ ഇഷ്ടമുള്ളൂ.
അപ്പോൾ അതേ വന്നില്ല, പെട്ടെന്ന് വന്നിട്ട് ഞാൻ പെട്ടെന്ന് വായിലിട്ട് കൊടുത്തതാണ്. ഇഷ്ടപ്പെടാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. വേണ്ട പിന്നെ കഴിക്കാൻ പറയണ്ടായിരുന്നു. രണ്ടാളും വന്ന് നോക്കും. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും രണ്ടാളും എൻ്റെ പുറകിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതേ വരിക്കുട്ടി ഫാഷൻ ഫ്രൂട്ട് മീനിച്ചിച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ പുളിപ്പുണ്ട്, ഒന്ന് നല്ല മധുരമുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ. അപ്പം ഞാൻ അങ്ങനെ സ്നാക്സൊക്കെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ രാത്രിക്ക് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു, മീൻ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം അങ്ങനെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. മീൻ ഫ്രൈ ചെയ്യാനിട്ടതാണ്, ചെമ്പല്ലിയാണ്, നല്ല റെഡ് കളറുള്ള മീനില്ലേ അത്. അപ്പോൾ ചെമ്പല്ലി ഫ്രൈ വലിയ പോസ് കാണിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ വേഗം നമ്മുടെ അപ്പച്ചട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചതാണ്. പക്ഷെ എണ്ണ ചൂടായില്ല, മീനിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ആവേശം കൊണ്ടേ ഇല്ല. എന്നിട്ട് പിന്നെ ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ ദേ ചെമ്പല്ലി മീൻ ഫ്രൈ ചെയ്യാനിട്ടോ. ഫ്രൈ ചെയ്യാനിടുമ്പോൾ മസാല തിരുമ്പി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും അത് നഖത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടേ. അപ്പം ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി, കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകുണ്ടോ, അതെന്തോ അങ്ങനെ ശീലമായി പോയ പോലെയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്നുള്ള എളുപ്പത്തിന് നമ്മുടെ ആപ്പച്ചട്ടിയിലാണ് മീൻ ഫ്രൈ ചെയ്യാനിട്ടത്. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.